കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണത്തിന് പിന്നാലെ പ്രതിരോധ മന്ത്രി സംഭവസ്ഥലം സന്ദർശിച്ചു. വിമാനത്താവളത്തിലെ ഇന്ധന ടാങ്കുകൾ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നും നാശനഷ്ടങ്ങൾ പരിമിതമാണെന്നും അധികൃതർ സ്ഥിരീകരിച്ചു. കുവൈറ്റ് വിമാനത്താവളത്തിലെ വിമാനങ്ങൾക്കുള്ള ഇന്ധനം സംഭരിക്കുന്ന ടാങ്കുകൾക്ക് നേരെ ശത്രുരാജ്യത്തിന്റെ ഡ്രോൺ ആക്രമണമുണ്ടായത്. ആക്രമണത്തെ തുടർന്ന് ടാങ്കുകളിലൊന്ന് അഗ്നിക്കിരയായി. എന്നാൽ കുവൈറ്റ് എയർഫോഴ്സും ഫയർഫോഴ്സും സംയുക്തമായി നടത്തിയ നീക്കത്തിലൂടെ തീ ഉടൻ തന്നെ നിയന്ത്രണ വിധേയമാക്കി. ഇന്ന് രാവിലെയാണ് പ്രതിരോധ മന്ത്രി ഷെയ്ഖ് അബ്ദുള്ള അലി വിമാനത്താവളത്തിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയത്. സിവിൽ ഏവിയേഷൻ ഡയറക്ടറേറ്റും ഫയർഫോഴ്സും നടത്തിയ രക്ഷാപ്രവർത്തനങ്ങളെക്കുറിച്ച് അദ്ദേഹം നേരിട്ട് ചോദിച്ചറിഞ്ഞു. സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കാൻ അദ്ദേഹം ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. കുവൈറ്റ് ആർമി, നാഷണൽ ഗാർഡ്, കുവൈറ്റ് പെട്രോളിയം കോർപ്പറേഷൻ എന്നിവരുടെ സംയുക്ത സഹകരണത്തോടെയാണ് തീ നിയന്ത്രിച്ചത്. ആക്രമണം ഉണ്ടായെങ്കിലും വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടിട്ടില്ലെന്ന് സിവിൽ ഏവിയേഷൻ അധികൃതർ വ്യക്തമാക്കി. മേഖലയിലെ നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് രാജ്യത്തെ പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം സുരക്ഷാ പരിശോധനകൾ കർശനമാക്കിയിട്ടുണ്ട്. ജനം, കുവൈറ്റ്.